Good afternoon. Today our topic is anemia. I know it's familiar to everyone, but we are giving some highlights of information. So I'm going to take this session. Okay, what do you mean by anemia? Anemia is a decrease in the normal number of red blood cells or less than the normal quantity of hemoglobin in the blood. Anemia, that is, there is a decrease in the normal number of red blood cells or less than the normal quantity of hemoglobin in the blood. So anemia is nothing but there is a decrease in number of RBC and also decrease in number of normal quantity of hemoglobin in the blood. Okay. So another definition, anemia defined as abnormal reduction in the number of circulating red blood cells, quantity of HB and volume of packed red cells in a given unit of blood. Anemia എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇറ്റ്സ് എന്താ പറയുക നമ്മുടെ ആർ ബി സി അതുപോലെ തന്നെ ആർ ബി സി കൂടെ കുറയുന്നതനുസരിച്ച് എന്തായി നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവും രക്തത്തിൽ കുറയുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്താ പറയുന്നത് അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ. So there are two classifications of anemia. There is a pathological classification. We are acute blood loss and chronic. Acute blood loss means നമുക്ക് പെട്ടെന്ന് blood loss മൂലം anemia ഉണ്ടാവും അല്ലേ. നമുക്ക് is a one person have faced a trauma accident and a blood vessel ruptures and that will leads to anemia, and also the chronic conditions, that means prolonged time, that's exposure to prolonged time. Chronic means കുറേ കാലത്തിന് ശേഷം വരുന്നത്. അപ്പോൾ അതൊക്കെ വരുന്നത് ഗാസ്ട്രൈറ്റിസ് വരാം, then menstrual flow, peptic ulcer disease, hemorrhoids, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള റീസൺസ്. മെയിനായിട്ട് peptic ulcer disease, menstrual flow, then hemorrhoids. നമുക്ക് അനീമിയനെ തരംതിരിക്കാം. അത് മെയിനായിട്ട് തരംതിരിക്കാം നമുക്ക് പാത്തോളജിക് ക്ലാസിഫിക്കേഷൻ ഓഫ് അനീമിയ. റെറ്റിക്രോസൈറ്റ് ഇൻഡെക്സ് 2.5 കുറയുക ആണെങ്കിൽ നമ്മൾ ഹൈപ്പോ പോളിഫറേറ്റീവ് അനീമിയ എന്ന് പറയുന്നു. റെറ്റിക്രോസൈറ്റ് ഇൻഡെക്സ് അതൊരു 2.5 കൂടുതലാണെങ്കിൽ അതിനെ ഹൈപ്പർ പോളിഫറേറ്റീവ് അനീമിയ പറയുന്നു. അപ്പോൾ അതിൽ ഹൈപ്പോ പോളിഫറേറ്റീവ് അനീമിയയിൽ അഗെയിൻ ഡിവൈഡഡ് ടു മൈക്രോസിസ്റ്റിക്, നോർമോസൈറ്റിക്, മാക്രോസൈറ്റിക്. മൈക്രോസൈറ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് ആർ ബി സിയുടെ ആ ഒരു എന്താ പറയുക സൈസ് കുറവാണ്. മൈക്രോസിസ്റ്റിക് എം സി വി എന്ന് പറയുന്നത് മീൻ കോർപ്പസ്കുലർ വോളിയമാണ്. ദാറ്റ് ഈസ് 18 ആണെങ്കിൽ മൈക്രോസിസ്റ്റിക്. നോർമോസിസ്റ്റിക് എം സി വി 80 to 100. മാക്രോസിസ്റ്റിക് എം സി വി ഈസ് ഗ്രേറ്റർ ദാൻ 100. അപ്പോൾ നമുക്ക് അനീമിയനെ മൂന്നായി തന്നിരിക്കാം. അക്കോർഡിംഗ് ടു ദ എം സി വി ഈസ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ 18 ആണെങ്കിൽ മൈക്രോസിസ്റ്റിക്, 80 to 100 ആണെങ്കിൽ നോർമോസിസ്റ്റിക്, ആൻഡ് ദ മാക്രോസിസ്റ്റിക് ഈസ് അബോവ് 100. ഓക്കെ. സോ അങ്ങനെ തന്നിരിക്കാം. സോ എം സി വി ഈസ് ലെസ് ദാൻ 80 നമ്മളിവിടെ പറഞ്ഞു തന്നു. മൈക്രോസിസ്റ്റിക് അനീമിയ, ദാറ്റ് ഈസ് അതിൻ്റെ എന്താണ് സൈസ് വളരെ കുറവാണ്. അപ്പോൾ അതിൽ വരുന്നതാണ് നമുക്ക് സീത എന്ന് ഓർമ്മിച്ചാൽ മതി. ദാറ്റ് മീൻസ് സീത, എസ് മീൻസ് സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ, അതിൽ കാണാം നിങ്ങൾക്ക് സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ. ഐ മീൻസ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. ടി മീൻസ് തലാസീമിയ. എ മീൻസ് അനീമിയ ഓഫ് ഇൻഫ്ലമേഷൻ. ഇതൊക്കെയാണ് എന്ന് പറയുന്നത് മൈക്രോസിസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത്. മൈക്രോസിസ്റ്റിക് അനീമിയ മീൻസ് എം സി വി is less than 18. So it's SIDA, sideroblastic anemia, iron deficiency anemia, then thalassemia and anemia of the inflammation. In the normocystic anemia means MCV 80 to 100 ആണ്. അതിൽ വരുന്നതാണ് anemia of inflammation, renal failure, marrow failure. മാക്രോസിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് വളരെ വലുതാണ്. എം സി വി is greater than 100. അതിൽ വരുന്നതാണ് ബീറ്റൽ ഡെഫിഷ്യൻസി, ഫോളേറ്റ് ഡെഫിഷ്യൻസി, ആൽക്കഹോളിക് ലിവർ ഡിസീസ്, ഹൈപ്പോതൈറോയിഡിസം, മൈലോഡിസ്പ്ലാസിയ. എന്നാൽ മെഗലോബ്ലാസ്റ്റിക് അനീമിയൊക്കെ എന്താണ് മാക്രോസിസ്റ്റിക് ആണ്. മൈക്രോസിസ്റ്റിക് അനീമിയയിൽ വരുന്നതാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. നോർമോസിസ്റ്റിക്കിൽ വരുന്നതാണ് അനീമിയ ഓഫ് ഇൻഫ്ലമേഷൻ, റീനൽ ഫെയിലിയർ, മാരോ ഫെയിലിയർ. ഓക്കെ.
Okay, just the MCV, according to the MCV, we are divided two types of anemia into three. Okay. So നമുക്ക് ഒന്നുകൂടി പറയാം മൈക്രോസിസ്റ്റിക് ഹൈപ്പോക്രോമിക് മൈക്രോ എന്ന് പറഞ്ഞാൽ സ്മോൾ സൈസ് ഓക്കെ ഹൈക്രോം എന്ന് പറഞ്ഞാൽ കളർ സോ മൈക്രോസിസ്റ്റിക് ഹൈപ്പോക്രോമിക് മീൻസ് സ്മോൾ ഇൻ സൈസ് ആൻഡ് ലെസ് ഇൻ കളർ നോർമോസിസ്റ്റിക് നോമോക്രോമിക് മീൻസ് നോർമൽ സൈസ് നോർമൽ കളർ macrocystic normochromic means macro means it's large. Normochromic means normal color. So there are morphologically we are classified into microcystic hypochromic that is small in size and less in color. Normocystic normochromic means that is normal color, normal size. Macrocystic normochromic means larger size and normal color. That is the classification of anemia. Okay. So let us go to the next topic. Common signs and symptoms of anemia. We know that anemia is hemoglobin content is very less and this RBC decreases. RBC hemoglobin that will carry the oxygen to the tissues cells. Okay, so patient have a decreased sufficient oxygen is not reaching the tissues. So patient have tiredness, easy fatiguability, generalized muscular weakness, lethargy, pale conjunctiva, nail mucous membrane pumps, and hair loss, poor wound healing, amenorrhea, anorexia, abdominal pain, petachy, ecchymosis, and RBC കുറേ ഹിമോഗ്ലോബിൻ അളവ് കൊണ്ടുണ്ടാകുന്ന പെറ്റക്കി എക്കൈമോസിസ് അല്ലേ അതൊക്കെ കാണപ്പെടാം പെറ്റക്കി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ബ്ലഡ് നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ കാണുന്ന എക്കൈമോസിസ് അതുപോലെ തന്നെ ഇതൊക്കെയാണ് കൂടുതലായിട്ട് അതിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കൊയിലോനാക്കിയ വാട്ട് യു മീൻ ബൈ കൊയിലോനാക്കിയ ദറ്റ് ഈസ് എ സ്പൂൺ ഷേപ്പ്ഡ് നെയിലാണ് നമ്മൾ കൊയിലോനാക്കിയ എന്ന് പറയുന്നത് ഓക്കെ so this is one of the clinical features we have mainly found in the anemia. So please remember the koilonachia. Okay. So next we can see the diagnostic measures. So anemia occurring, we have firstly we have to collect the history. Patient have we are asked about fatiguability. Patient have already have some tiredness. We asked about the generalized weakness, lethargy, pale conjunctiva. So patient complaint of these clinical features, we have go to some investigation tests like CBC, RBC, hemoglobin. Then we have to check the blood smear, reticulocyte sound count to measure the new RBC produced by the bone marrow. Reticulocyte count ആണ് നമ്മൾ നോക്കുക that may indicate the new RBC produced by the bone marrow. Bone marrow produce ചെയ്യുന്ന new RBC യുടെ എന്താ പറയുക കൗണ്ടൊക്കെ മെഷർ ചെയ്യാൻ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന റെറ്റിക്കുലോസൈറ്റ് ആണല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ ESR നമ്മൾ നോക്കുന്നു സിറം ഫെർട്ടിലിൻ സിറം അയൺ ട്രാൻസ്ഫറിൻ വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് സിറം ഫെർട്ടിൻ സിറം അയൺ ട്രാൻസ്ഫറിൻ സിറം ഫെർട്ടിൻ ഇസ് സ്റ്റോറേജ് ഫോം serum transferrin is the transport form of iron so that should be checked in the iron deficiency anemia. Then serum vitamin B12 serum creatine vitamin B12 deficiency anemia ഉണ്ടോ അറിയാൻ വേണ്ടി നമ്മൾ serum vitamin B12 നമ്മൾ ചെക്ക് ചെയ്യുന്നു ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ അയൺ ഡെഫിഷ്യൻസി അനീമിയയിലാണെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എന്തായിരിക്കും നമ്മൾ ഓറൽ അയൺ സപ്ലിമെൻറ്റേഷൻ വെരി ഇമ്പോർട്ടൻറ്റ് ദ അയൺ ഡെഫിഷ്യൻസി അനീമിയ ferrous sulfate fumarate gluconate ferrous sulfate fumarate ferrous gluconate these are the oral iron supplementation for iron deficiency anemia. Then vitamin C we are giving for the mainly the orange juices to increase the absorption. Then vitamin supplements like folic acid vitamin B12 in the case of folic acid and vitamin B12 deficiency anemia. Blood transfusion is the final measures. Then hyperbaric oxygen therapy we are mainly given these treatment measures. Next we can go to the patient education. Apple is the richest source of iron sources, so consume the apple. Animal protein, organic meat, kidney, liver, rich vitamin B12. Don't drink coffee, tea, beer, cola. Okay,
drink citrus fruits. Then cold water, that will stimulate the body enzymatic action. Honey, apple vinegar, that is beneficial and the anemic patient in the early morning, empty stomach. Regular body massage, yoga, exercise, breathing exercise, avoid alcohol, smoking, especially the passive use. Okay, thank you.